നമ്മൾ പത്രത്തിലും വാർത്തകളിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും, നിഫ്റ്റി 100 പോയിൻ്റ് ഇടിഞ്ഞു, അല്ലെങ്കിൽ സെൻസെക്സ് 150 പോയിൻ്റ് കയറിയെന്നൊക്കെ അല്ലേ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതെന്താണെന്ന്? സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകളാണ് ഈ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ എന്താണ് ഇൻഡെക്സ് എന്ന് നോക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSEയും BSEയും എന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഈ NSE, BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും നമുക്ക് ഓഹരികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി നിരവധി കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ NSEയിൽ 1000-ലധികവും BSEയിൽ 6000-ലധികവും കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളുടെ വിലകൾ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ദിവസവും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് NSEയിലെ എല്ലാ കമ്പനികളുടെയും വില കൂടിയോ അതോ കുറഞ്ഞോ എന്ന് ഈ 1000-ലധികം വരുന്ന കമ്പനികളുടെ എല്ലാം വില നോക്കി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളിലും വച്ച് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആദ്യത്തെ 50 കമ്പനികളുടെ വിലയെ ഒരു പ്രത്യേക അനുപാതത്തിൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് NSEയുടെ വില. കുറച്ചുകൂടെ വ്യക്തമാക്കി ഞാൻ പറയാം. അതായത് NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് കമ്പനിയുടെ ഓഹരികളാണോ വാങ്ങാൻ താല്പര്യം കാണിക്കുന്നത്, അതുപോലെ ഏറ്റവും കൂടുതൽ വില കൂടിയത് ഏത് കമ്പനിയുടെ ഓഹരിയാണോ അങ്ങനെയുള്ള ആദ്യത്തെ 50 കമ്പനികളെയാണ് നിഫ്റ്റി 50 എന്ന് വിളിക്കുന്നത്. ഇവിടെ പെർഫോമൻസ് മാത്രമല്ല കേട്ടോ, സെബിയുടെ നിരവധി മാനദണ്ഡങ്ങൾ കണക്കിലെടുത്താണ് നിഫ്റ്റിയിൽ ഈ കമ്പനികളെ ചേർക്കുന്നത്. ഇത് 6 മാസത്തിലൊരിക്കൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ ടോപ്പായിട്ടുള്ള കമ്പനികളുടെ വില കൂടുകയാണെങ്കിൽ NSEയിലെ ഒട്ടുമിക്ക സ്റ്റോക്കിൻ്റെയും വില കൂടുന്നു. നിഫ്റ്റി കുറയുകയാണെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളുടെ വില കുറയുന്നതായിട്ടും നമുക്ക് കാണാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി നമുക്ക് കുറഞ്ഞ വിലയിൽ ഓഹരി വാങ്ങി ട്രെൻഡ് മുകളിലേക്കാകുമ്പോൾ വിൽക്കാൻ സാധിക്കും. അപ്പോൾ NSEയിലെ നിഫ്റ്റി എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതേസമയം BSEയുടെ ഇൻഡെക്സ് രൂപപ്പെടുന്നത് BSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 6000 കമ്പനികളിൽ ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള 30 കമ്പനികളുടെ ഓഹരികളുടെ വിലയെ അടിസ്ഥാനമാക്കിയാണ്. ഇതിനെയാണ് സെൻസെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സെൻസെക്സ് എന്താണ്, നിഫ്റ്റി എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്നാൽ പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ മാമ്പഴമെല്ലാം പഴുത്തതാണോ എന്നറിയാൻ എല്ലാ മാമ്പഴവും നമ്മൾ കടിച്ചു നോക്കില്ല. അവിടെ ഇരിക്കുന്നതിൽ നിന്ന് 1-2 എടുത്ത് നോക്കിയിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേപ്സ് ഇരിക്കുന്നതിൽ നിന്നും ഒന്ന് നോക്കി അതിൻ്റെ മധുരവും പുളിപ്പും മനസ്സിലാക്കിയിട്ട് അല്ലേ കൊള്ളാമോ എന്ന് നോക്കുന്നത്. അതുപോലെയാണ് എല്ലാ കമ്പനികളെയും നമ്മൾ നോക്കാതെ കുറച്ച് കമ്പനികളുടെ വില നോക്കി നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തുവാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇൻഡെക്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിരവധി കമ്പനികളിൽ ഒരു സെക്ടറിൽ, അതായത് ഒരേ മേഖലയിലുള്ള കമ്പനികളെ ചേർത്ത് ഒരു പട്ടിക ഉണ്ടാക്കിയാൽ അതിനെ ആ സെക്ടറിൻ്റെ ഇൻഡെക്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും സ്റ്റോക്കുകളും NSE ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് സ്റ്റോക്കുകളിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് ബാങ്ക് ഓഹരികളുടെ വില ചേർത്ത് നമുക്കൊരു ഇൻഡെക്സ് ഉണ്ടാക്കിയാൽ അതിനെ നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്ന് പറയാം. ഇത്തരത്തിൽ മെറ്റൽ കമ്പനികൾ, ഫിനാൻസ് കമ്പനികൾ, മെഡിക്കൽ കമ്പനികൾ, മീഡിയ, ഇലക്ട്രിക് പവർ, എനർജി, ഫാർമ, IT തുടങ്ങിയ വിവിധ മേഖലയിലുള്ള കമ്പനികളെ ചേർത്ത് വിവിധ ഇൻഡെക്സുകളും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ NSEയിലും BSEയിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ മേഖല എങ്ങനെ പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ ആ സെക്ടറിലെ ഇൻഡെക്സ് നോക്കിയാൽ മാത്രം മതിയാകും. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ തന്നെ വളരെ ചെറിയ കമ്പനികൾ, ഇടത്തരം കമ്പനികൾ, വലിയ കമ്പനികൾ, വളരെ വലിയ കമ്പനികൾ തുടങ്ങിയവ ചേർത്ത് പല ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവയെ നമുക്ക് സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഇൻഡെക്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും.